ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പാൽക്കപ്പയാണ്. നമുക്ക് കപ്പ ഇഷ്ടമില്ലാത്ത മലയാളികളില്ലല്ലോ, അപ്പം വെറൈറ്റി ആയിട്ട് നമുക്കൊരു പാൽക്കപ്പ ഉണ്ടാക്കാം. ഇത് 1 കിലോ കപ്പയുണ്ട്. നമ്മൾ കട്ട് ചെയ്ത് ക്ലീനാക്കി എടുത്തതാണ്. അത് നമ്മളൊരു പാത്രത്തിൽ നമ്മൾ നിറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലോട്ട് നമുക്ക് കപ്പയിട്ട് കൊടുക്കാം. ഇനി ഈ കപ്പ നല്ലതായിട്ട് തിളച്ച് വേവാകുമ്പോൾ നമുക്ക് ഊറ്റിയെടുക്കാം. നമ്മളിപ്പോൾ ഇതിൽ ഉപ്പിട്ടിട്ടില്ല. നമ്മൾ തിളച്ച് ഊറ്റിയെടുക്കുമ്പോഴാണ് നമ്മൾ ഉപ്പിടുന്നത്. ഇനി കപ്പ വേകുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കപ്പ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് നമുക്കിതിനുള്ള ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 10 ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി. ഇത് കാന്താരി മുളകാണ്. നാട്ടിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ കാന്താരിയുടെ ഞെട്ട് കളഞ്ഞ് നമ്മൾ ഇതുപോലുള്ള ചില്ല് കുപ്പിയിൽ ഇട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരിക്കലും കേടാകത്തില്ല, അത് കട്ടയാകത്തില്ല. അത് കണ്ടോ, നല്ല ലൂസായിട്ട്. ഇപ്പം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. ഇതുപോലെ ഇരിക്കും. ഇനിയും ചില്ലുകുപ്പി വെക്കുന്നില്ലെങ്കിൽ നമ്മൾ സിഗ്ലോ കവറിലാക്കി വെച്ചാലും കുഴപ്പമില്ല. പക്ഷേ നന്നായിട്ടിരിക്കുന്നത് ഈ ചില്ലുകുപ്പിയിലാണ്. ഞാനിപ്പോൾ ഓഗസ്റ്റിൽ പോയിട്ട് വന്നപ്പോൾ ഞാനിങ്ങനെ 2-3 ചില്ലുകുപ്പിയിലാക്കി, എനിക്ക് അമ്മച്ചി തന്നു വിട്ടതാണിത്. ഇങ്ങനെ ഞാൻ 2-3 ചില്ലുകുപ്പിയിലാക്കിയിട്ട് വെക്കും. ഇത് കേടാവത്തതേ ഇല്ല. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. നമ്മളൊരു 10-11 കാന്താരി എടുത്തിട്ടുണ്ട്. നമ്മൾ ഈ 2 അല്ലി വെളുത്തുള്ളി വെച്ചത് ഗ്യാസ് അങ്ങനെയുള്ള പ്രശ്നമൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്കിത് ഇടികല്ലിലിട്ട് ചതച്ചെടുക്കാം. ചതച്ചേ എടുക്കാവുള്ളേ. മിക്സിയിലാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി, അരഞ്ഞു പോകല്ലേ. ചതച്ചെടുക്കണേ. നമ്മൾ ഇതുപോലെ ഇത് ചതച്ചെടുക്കണേ, പേസ്റ്റ് ആവല്ലേ. ഇത് അരമുറി തേങ്ങയുടെ പാലാണ്. നമ്മൾ 1.5 കപ്പ് വെള്ളത്തിൽ പാലെടുത്തതാണ്. 1-ാം പാലും 2-ാം പാലും വേർതിരിച്ചില്ല, നീട്ടി ഒറ്റയടിക്ക് എടുത്ത പാലാണിത്. നമ്മുടെ കപ്പ നമ്മളൊരു സ്പൂണിനോ എല്ലാം ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒടിഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മുടെ കപ്പ വേവായിട്ടുണ്ട്. നമുക്കിനി ഇത് വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുക്കാം. കപ്പ ഇപ്പം നമ്മൾ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഈ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാവേ. ഇപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാനിലോട്ട് ഇട്ട് കൊടുക്കാം. നമുക്കിതിലോട്ട് ചതച്ച് വെച്ച ഉള്ളി, വെളുത്തുള്ളി, കാന്താരി മുളക് ഇട്ട് കൊടുക്കാം. കാന്താരി മുളക് ഉണ്ടെങ്കിൽ ചേർക്കുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമുക്ക് പച്ചമുളക് ചേർക്കാം. ഉടയാത്ത കപ്പയുണ്ടെങ്കിൽ നമുക്കൊന്ന് ഉടച്ചു കൊടുക്കണേ. നമ്മൾ എടുത്തു വെച്ച തേങ്ങാപ്പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ സമയം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്കിത് തിളപ്പിക്കാൻ വെക്കാം. തേങ്ങാപ്പാൽ ഒന്ന് തിളച്ചു വരട്ടെ. അപ്പോൾ ആ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും കാന്താരിയുടെയും ഒക്കെ ഫ്ലേവർ കപ്പയിലോട്ട് വരും. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. ഇപ്പം നന്നായിട്ട് തിളച്ച് കുറുക്കി വന്നിട്ടുണ്ട്. നമ്മൾ ഓഫ് ആക്കുമ്പോൾ ഈ ലൂസ് വേണം. ഇനി ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് വരും. നമ്മൾ ഈ ലൂസ് ആകുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ സമയം നമ്മൾ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. ഇപ്പം നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കടുക് പൊട്ടിക്കാം. 1 സ്പൂൺ വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കാൻ നോക്കണേ. വെളിച്ചെണ്ണയാണ് അതിൻ്റെ ടേസ്റ്റ്. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഒരു ചെറിയ സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. പൊട്ടി വരുമ്പോൾ നമുക്ക് 6 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങുമ്പോൾ 3
ഉണക്കമുളക് കട്ട് ചെയ്തത്, ഉള്ളി ചെറുതായിട്ട് ഗോൾഡൻ ബ്രൗൺ ആവുന്നുണ്ട്. ആ സമയം നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇത് കപ്പയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. കപ്പ കണ്ടോ നല്ല തിക്കായിട്ടുണ്ട്. കണ്ടോ ഈ പരുവത്തിൽ ലൂസ് നമുക്ക് വേണം കപ്പയ്ക്ക്. ഇനി നമുക്ക് മൂടി വെക്കാം. നമ്മുടെ പാൽക്കപ്പ ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കപ്പ കൊണ്ട് പാൽക്കപ്പ ചെയ്യുന്നത് പോലെ തന്നെ നമുക്ക് സ്വീറ്റ് പൊട്ടറ്റോയും കൊണ്ട്, അതായത് നമ്മുടെ മധുരക്കിഴങ്ങും കൊണ്ട് നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ്. സ്വീറ്റ് പൊട്ടറ്റോ നന്നായിട്ട് വേവിച്ച് ഉടച്ച് അതിൽ ഉള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതച്ചിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് വേവിച്ചാൽ നമുക്ക് ഇതുപോലെ തന്നെ എടുക്കാം. നല്ല രുചിയാണ് അതും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, നല്ലതാണ്.